അമൃതാനന്ദമയി മഠത്തിലെ രാമൻ എന്ന ആനയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ആനയെ കൈവശം വെച്ച ഉട്ടോളി കൃഷ്ണൻകുട്ടിക്ക് തിരിച്ചടി. അന്തിമ വിധി വരുന്നതുവരെ രാമന്റെ സംരക്ഷണം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. കോടതി വിധി ലംഘിച്ച് ആനയെ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുവെന്ന അമൃതാനന്ദമയി മഠത്തിന്റെ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ പ്രധാന ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. 2018 അമൃതപുരി രാമൻ എന്ന ആനയെ താൽക്കാലിക പരിപാലനത്തിനായി പുതുക്കാട് സ്വദേശി കൃഷ്ണൻകുട്ടിക്ക് അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് കൈമാറുന്നത്. പിന്നീട് വന്ന പ്രളയകാലത്തും കൊറോണക്കാലത്തും നിരവധി ആനകളുള്ള കൃഷ്ണൻകുട്ടി രാമനെ സംരക്ഷിച്ചു. എന്നാൽ സംരക്ഷണത്തിന്റെ മറവിൽ വരുമാനത്തിനായി ആനയെ ഉപയോഗിക്കുകയായിരുന്നു. ആനയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ രാമനെ മഠം അധികൃതർ തിരികെ ആവശ്യപ്പെട്ടെങ്കിലും കൃഷ്ണൻകുട്ടി പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നുവെന്ന് ഹർജിക്കാരനായ ജെ ജയകൃഷ്ണൻ ഗുരുക്കൾ പറഞ്ഞു. അതിന്റെ സുരക്ഷയാണ് ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത്. അതിന്റെ ആരോഗ്യപരമായ കാര്യങ്ങളും ഇപ്പൊ ജീവന് പോലും അതിനിപ്പോൾ നമുക്ക് ഭയമുണ്ട്. കാരണം അദ്ദേഹം അത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടുകളുള്ള ആളായതുകൊണ്ട് നമുക്ക് ഭയമുണ്ട് അതിന്റെ ജീവന്റെ കാര്യത്തിൽ. അപ്പം ഗവൺമെന്റ് എത്രയും വേഗം തന്നെ അതിനെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റി പരിപാലിക്കുക. വിധി വരുന്നിടം വരെ താൽക്കാലികമായിട്ടാണ് ഗവൺമെന്റിനെ ഇതിനെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ജഡ്ജ്മെന്റ് വന്നിട്ട്. തുടർന്നാണ് നിയമ നടപടികളിലേക്ക് മഠം കടന്നത്. കരുനാഗപ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിലും കേരള ഹൈക്കോടതിയിലും ഹർജി എത്തിയപ്പോൾ യഥാർത്ഥ ഉടമയുടെ കസ്റ്റഡിയിൽ ആനയെ വിട്ടുകൊടുക്കാൻ വിധിയായി. വിധിക്കെതിരെ കൃഷ്ണൻകുട്ടി സുപ്രീം കോടതിയിൽ പോയി സ്റ്റാറ്റസ് കോ ഓർഡർ സമ്പാദിച്ചെങ്കിലും ആനയെ വാണിജ്യപരമായി ഉപയോഗിക്കരുതെന്ന് വിധിക്കുകയായിരുന്നു. സുപ്രീം കോടതി ഉത്തരവ് അവഗണിച്ച് വീണ്ടും ഉത്സവങ്ങളിലും മറ്റും ആനയെ പങ്കെടുപ്പിക്കുന്നതിനെതിരെ അമൃതാനന്ദമയി മഠം സുപ്രീം കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി സമർപ്പിച്ചു. ഹർജി പരിഗണിച്ച സുപ്രീം കോടതി ഉട്ടോളി കൃഷ്ണൻകുട്ടി കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയും കേസിന്റെ ഉത്തരവ് വരുന്നതുവരെ ആനയെ കൃഷ്ണൻകുട്ടിയുടെ കസ്റ്റഡിയിൽ നിന്നും കേരള സർക്കാരിന്റെ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് മാറ്റണമെന്ന ഉത്തരവിട്ടിരിക്കുകയാണ്. കേസിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മഠത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകരായ സി ഉണ്ണികൃഷ്ണനും എ കാർത്തിക്കുമാണ്. ജനം, തിരുവനന്തപുരം.